ഹലോ ഫ്ലൈവേഴ്സ്, നമ്മളിന്നിപ്പോൾ ഉള്ള ഡൽഹിയിലാണ്. ഇവിടെ വന്നിരിക്കുന്ന ഈ പുതിയൊരു ഇലക്ട്രിക് സ്മോൾ ട്രക്കിൻ്റെ ലോഞ്ചിൻ്റെ ഭാഗമാണ്. ഇത് മഹീന്ദ്രൻ്റെ സീറോ എമിഷൻ ഓപ്ഷൻ ആണ് പേര്. എങ്ങനെയുണ്ട് ആ പേര് എന്നുള്ള കമൻറ്റിൽ നിങ്ങൾ പറയാം. എനിക്ക് വലിയ അട്രാക്റ്റീവ് ഒന്നും തോന്നിയിട്ടില്ല. തുറന്നു പറയല്ലോ, ഈ ഓൾ എൻഡ് എന്നുള്ള ഒരു ഫിലോസഫി തന്നെ മാറ്റണം. കാരണം അവരുടെ ഓൾ എൻഡ് ചെയ്യുന്നത് സക്സസിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള മഹീന്ദ്ര എന്ന താറാണ്. അപ്പോൾ ഓലല്ല എൻഡ് ചെയ്യുന്നത്. ഓക്കെ, വിടാം. ഇത് 8 lakhs താഴെ വന്നിരിക്കുന്ന പുതിയ ഇലക്ട്രിക് സ്മോൾ ട്രക്കാണ്. രണ്ട് ടൈപ്പ് ഓഫ് ട്രക്ക് വരുന്നുണ്ട്. ഒന്ന് ഓപ്പൺ ലോഡ് ബോഡിയും ഒന്ന് കവേർഡ് ആയിട്ടുള്ള ലോഡ് ബോഡിയാണ്. രണ്ട് ടൈപ്പ് ഓഫ് കിലോ വാട്ടിലുള്ള ബാറ്ററീസ് വരുന്നത് 18.4ഉം 21.3ഉം ആണ്. അതുപോലെ തന്നെ ക്ലെയിംഡ് ആയിട്ട് റിയൽ ലൈഫ് റേഞ്ച് വരുന്നത് 160 കിലോമീറ്ററാണ്. അപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ ഫസ്റ്റ് ലുക്ക് മാത്രം നമുക്കൊന്ന് കാണിക്കാൻ പറ്റുള്ളൂ. ഡ്രൈവ് ഉടനെ കൊണ്ടുവരുന്നുണ്ടാവും. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കുറിച്ച് പറയാനുള്ളതുണ്ട്. അതെല്ലാം നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് റോയലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവേ. മഹീന്ദ്രൻ്റെ ലാസ്റ്റ് മൈൽ മൊബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഡിവിഷനാണ് ആക്ച്വലി ഈ ഇലക്ട്രിക് വെഹിക്കിൾസ് കൊണ്ടുവരുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് അറിയാവുന്ന ഒരു വണ്ടി ട്രിയോ എന്ന് പറഞ്ഞിട്ടുള്ള 3 വീലറായിരുന്നു. ഇപ്പോൾ സിയോ ആണ് അടുത്ത് വന്നിരിക്കുന്നത്. നമുക്ക് ഡിസൈനെല്ലാം കുറച്ചൊരു പരിചിതമായി തോന്നും. ജീത്തോനെല്ലാം പോലത്തെ ഡിസൈനാണ്. ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ ബ്ലൂ എക്സ്ചേഞ്ചേഴ്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഫേസ് വന്നിട്ട് ഇവിടെ താഴത്ത് ബമ്പറിൻ്റെ വല്ല നമുക്ക് ബ്ലൂ എലമെൻറ്റ്സ് കാണാം. ഇവിടെ ഫോഗ് ലാമ്പിൻ്റെ ഓപ്ഷൻ കാണിക്കാം, പക്ഷേ ഫോഗ് ലാമ്പ് ഇതിലില്ല. സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ബ്ലൂ ഡീറ്റെയിൽ ആയിട്ടുള്ള സൈഡ് വ്യൂ മിറർ കാണാം. ജിയോ എന്നുള്ള ലോഗോ ഉണ്ട്. ഗ്രാഫിക്സ് ബ്ലൂ കളർ വന്നിട്ടുണ്ട്. ഒരു നീറ്റായിട്ട് നിൽക്കുന്ന ഒരു ക്യാബിൻ ഉണ്ട്. ആൻഡ് ലോഡ് ബോഡിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ടൈപ്പുള്ള 3 ടണ്ണിൻ്റെ ലോഡ് കയറ്റാവുന്നതും അതുപോലെ തന്നെ ഏകദേശം 31 ക്യൂബിക് സെൻറ്റിമീറ്ററിൻ്റെ സൈസുള്ള ലോഡ് ബോഡി വരുന്ന ആ മോഡലുണ്ട്. അതിനുള്ള എയറോഡൈനാമിക് കൊടുത്തെല്ലാം തന്നെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. രണ്ട് ടൈപ്പ് ഓഫ് കിലോ വാട്ട് ബാറ്ററീസ് ഉണ്ട്. 18.4 ഉണ്ട്, 21.3 ഉണ്ട്. ഇതിൻ്റെ ആക്ച്വലി ഒരു പറയുന്ന കുറേ ഔട്ട്പുട്ട്സും കാര്യങ്ങളുണ്ട്. അതിൽ മെൻഷൻ ചെയ്യാം. ഇനി ഒരു മെൻഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ക്ലെയിം ചെയ്യുന്ന റേഞ്ച് 160 കിലോമീറ്റർ. അത് തന്നെ 20% റീക്യൂപ്പറേഷൻ ഡ്രൈവിംഗ് സ്റ്റൈലിൽ കിട്ടും എന്നുള്ള പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ 1 മണിക്കൂർ കൊണ്ട് 100 കിലോമീറ്റർ പോകാവുന്ന റേഞ്ച് ചാർജ് ചെയ്യാനും പറ്റും എന്നുള്ള സ്പീഡ് ചാർജിങ് വരുന്നുണ്ട്. ബേസിക്കലി കമ്പനി ബിൽഡ് ചെയ്തിട്ട് 2 ബോഡി ഓപ്ഷനുകൾ. നമുക്ക് പുറത്തൊന്നും ബോഡി ബിൽഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സാറ്റലൈറ്റ് നാവിഗേഷൻ അടക്കം വരുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. ഇൻറ്റീരിയർ നമുക്ക് നോക്കി കാണാൻ പറ്റും. നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ് ഇൻറ്റീരിയർ, പക്ഷേ അവിടെ അമേസിങ് ബിഗ് ക്വാളിറ്റി. കാരണം നമുക്ക് ആ ഡാഷ് ബോർഡിൻ്റെ പോലെ മെറ്റീരിയൽ കാണുമ്പോൾ ഒരു ഡെനിം ആയിരുന്ന മെറ്റീരിയലും അതുപോലെ തന്നെ ഇപ്പുറം വരുന്ന പ്ലാസ്റ്റിക് എല്ലാം വളരെ പ്ലാസ്റ്റിക്കാണ്. പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റിൽ അത് മതി. 2 പേർക്ക് ഇരിക്കാവുന്ന ക്യാബിനാണ്. നമുക്ക് ഇതിലൊരു എക്കണോമിക്സ് എല്ലാം നോക്കുമ്പം എല്ലാം റീച്ചബിൾ ആയിട്ടുള്ള ചെറിയ ഒരു എക്കണോമിക് വെഹിക്കിളാണ്. പിന്നെ മെയിൻലി ഇതിൻ്റെ ഒരു ആസ്പെക്ട് നോക്കുന്നവർ വാല്യൂ ഫോർ മണി ആൻഡ് അതുപോലെ തന്നെ എത്രത്തോളം ബിസിനസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ കമ്പയർഡ് ടു ഡീസൽ ആൻഡ് CNG വളരെയധികം എഫിഷ്യൻറ്റും അതുപോലെ തന്നെ സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവരുടെ ക്ലെയിമുള്ളത്. ഇതിൻ്റെ ഫിഗേഴ്സ് എല്ലാം തന്നെ നമുക്കിവിടെ മെൻഷൻ ചെയ്തെല്ലാം കാണിക്കാം. സോ ബേസിക്കലി എനിക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഡ്രൈവ് ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ. ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യം പറയുന്നില്ല. ബട്ട് ഈ ഒരു സെഗ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇൻട്രാ സിറ്റി സെഗ്മെൻറ്റ്, ബേസിക്കലി ലാസ്റ്റ് മിനിറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് മൈൽ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ട് ഡിവിഷനിൽ ഏറ്റവും അധികം ലാസ്റ്റ് മിനിറ്റ് വരാറുള്ള ഡെലിവറി പർപ്പസിനാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇത്രയും നമുക്ക് ഓൺലൈൻ ട്രേഡിങ് കാര്യമെല്ലാം കൂടുന്ന കാലത്ത് ഇതിൻ്റെ ഒരു മെയിൻ പർപ്പസ് വരുന്ന അവിടെ ആയിരിക്കും. ലാസ്റ്റ് മിനിറ്റ് ഡെലിവറി. നമ്മൾ ഈ പറഞ്ഞ എന്താ പറയുക, റീസെൻ്റ്ലി ഞാൻ വീട്ടിലേക്ക് ഒരു ഫർണിച്ചർ വാങ്ങി അവിടെ കൊണ്ടുവന്നെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വെഹിക്കിളിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പാർസൽ സർവീസ്, പിന്നെ നമുക്ക് വാട്ടർ സപ്ലൈ, ഇങ്ങനത്തെ ലാസ്റ്റ് മിനിറ്റ് മൊബിലിറ്റിയിൽ ലാസ്റ്റ് മൈൽ മൊബിലിറ്റിയിലേക്കാണ് ഈ ഒരു സെഗ്മെൻറ്റ് വരുന്നത്. ഇതിൽ നല്ലൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു മോഡലായിരുന്നു. സബ് 8 lakhs എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. പ്രൈസിങ് 2 വേരിയൻസിനായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ കാണിക്കാം. ബോഡി അടക്കം ആണ് ഈ ഒരു പ്രൈസ് വരുന്നത്. ഇപ്പോൾ മെയിൻ കോമ്പീറ്റ് ചെയ്യുന്ന ടാറ്റയുടെ എയ്സിൻ്റെ ഇലക്ട്രിക് ആയിരിക്കും. അപ്പോൾ അതെല്ലാം എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ഇങ്ങനൊരു വണ്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതായിരിക്കും ചൂസ് ചെയ്യുക, വേറെ ഏതെങ്കിലും ചൂസ് ചെയ്യുക എന്നുള്ള കമൻറ്റ് വരാം. എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടൻ സബ്സ്ക്രൈബ്, കാരണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അപ്ഡേറ്റ്സും കാര്യം അറിയുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അടുത്ത തവണ മറ്റൊരു വണ്ടിയായിട്ട് കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ്.